ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കുനാഫൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് തന്നെ റെഡിയാക്കാൻ പറ്റിയതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കിയാലോ. ഞാനപ്പോൾ ഈ സേമിയ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നല്ല തിന്നായിട്ടുള്ളൊരു സേമിയ ഉണ്ടല്ലോ, അത് ഇങ്ങനെ റോസ്റ്റ് ചെയ്തിട്ട് തന്നെ പാക്കറ്റ് വരുന്ന എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ആ കുനാഫ റെഡിയാക്കുന്നത്. കുനാഫ ദോവ വെച്ചിട്ടല്ല. അപ്പോൾ ഇതാ സേമിയൊക്കെ നല്ലോണം ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഞാൻ നല്ലോണം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. കൈ വെച്ചിട്ട് തന്നെ നല്ല ചെറുതായിട്ട് ചെറിയ തരിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഞാൻ ചേർത്തിട്ടുള്ളത് 2 ടേബിൾ സ്പൂൺ നെയ്യ് നമ്മൾ ഈ സേമിയയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സേമിയയിൽ നെയ്യ് എല്ലായിടത്തും ആവണ രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഒരു ക്രീം റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 ടീസ്പൂൺ കോൺഫ്ലോറും പിന്നെ 2 ടീസ്പൂൺ മൈദയും കൂടെ ഒരു പാനിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ലോണം ഒരു 1/4 കപ്പ് പാല് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ക്രീം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1.5 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. മുക്കാൽ അങ്ങനെ വെച്ചിട്ടാണ് ഞാൻ ഇതിൽ ചേർത്തിട്ട് ഒരു 1.5 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വലിയ കുനാഫൊക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ ഞാൻ വലുതാണ്, അത്യാവശ്യം ഒരു പ്ലേറ്റിലേക്കുള്ള ഇതാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ അളവ്. 2 പാക്കറ്റ് സേമിയയും പിന്നെ 1.5 കപ്പ് പാലും. അപ്പോൾ ചെറുതാണെന്നുണ്ടെങ്കിൽ എല്ലാ സംഭവങ്ങളും കുറച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഞാൻ പാല് മൊത്തത്തിൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷമാണ് അടുപ്പത്ത് വെച്ചിട്ട് കുറുക്കിയെടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ ഞാൻ ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കുറച്ച് ക്രീം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചെന്ന് വെച്ചാൽ ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ചീസാണ്. ഇതിൽ ക്രീം ചീസാണ് ഇതിൽ അധികം ഉപയോഗിക്കൽ, ഈ ക്രീമായിട്ട് വരുന്നത്. അപ്പോൾ അത് ക്രീം ചീസ് ഇല്ലാത്ത കാരണം ഞാൻ എൻ്റെ കയ്യിൽ ക്യൂബ് ചീസ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് 2 ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചീസൊക്കെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതാ 1 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റായിട്ട് ഇനി അതാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഇതാ നല്ലോണം കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഈ ക്രീമൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഞാൻ ഒരു പാനിൽ ഇതുപോലെ നെയ്യ് ഇങ്ങനെ എല്ലായിടത്തും ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൈഡിലും മേലെയൊക്കെ താഴെയൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള സേമിയ ഉണ്ടല്ലോ, നെയ്യ് ചേർത്ത് വെച്ചിട്ടുള്ള സേമിയ ഫസ്റ്റ് അതിൻ്റെ പാത്രത്തിലൊന്ന് സെറ്റാക്കി വെക്കുക. നല്ലോണം തിക്കായിട്ടൊരു ലെയറാക്കി വെക്കണം. അപ്പോൾ ഇതാ നമ്മൾ സേമിയൊക്കെ ഫസ്റ്റ് ലെയർ നല്ലോണം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ക്രീം ഉണ്ടാക്കി വെച്ചത് ഇതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതും ഇതുപോലെ ഇങ്ങനെ ഒരു ലെയർ പോലെ ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ ചൂടോടെ തന്നെ ചെയ്തിട്ടുള്ളത്. ചൂടാറിയതിന് ശേഷം ചെയ്യണമായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ക്രീമൊന്നും ചൂടാറിയിട്ടില്ല. ചൂടാറുന്നതിന് മുന്നേ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ക്രീമൊക്കെ നല്ലോണം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ മേലെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മൊസറല്ല ചീസാണ്. അത് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഞാൻ ബാക്കിയുള്ള സേമിയയും കൂടെ അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ട് ലാസ്റ്റ് ആ ലെയറും കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കുക ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ സേമിയ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല കെയറായിട്ട് ചെയ്യണം, കാരണം ക്രീം മേലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിതാ ഫുള്ള് സെറ്റാക്കിയതിന് ശേഷം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് മതി കേട്ടോ ഒരു സൈഡ് വേവാൻ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഒരു ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാണ്ട്. ഷുഗർ സിറപ്പല്ല, ഒരു പഞ്ചസാര പാനി റെഡിയാക്കി എടുക്കുക. അതെല്ലാവർക്കും അറിയണത് തന്നെ ആയിരിക്കും. പിന്നെ അതിൽ കുറച്ച് ഏലക്കായൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഷുഗർ സിറപ്പിൽ. അപ്പോൾ ഇത് 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു പാനിലേക്ക് ആക്കി കൊടുത്ത് ചെയ്തിട്ടുള്ളത്, മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ മറിച്ചിട്ട് കൊടുക്കുമ്പോഴൊക്കെ നല്ലോണം ശ്രദ്ധിക്കുക, കാരണം ഇത് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്, ഉള്ളിൽ നല്ല ക്രീമായ കാരണം. അപ്പോൾ ഇത് 5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം അപ്പുറത്തും റെഡി ആയിട്ടുണ്ടാവും. ഒരുപാട് ടൈം വെക്കേണ്ട, കാരണം സേമിയ പെട്ടെന്ന് മുരിഞ്ഞിട്ട് ഇങ്ങനെ കളർ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഷുഗർ സിറപ്പ് ഇതാ അതിൻ്റെ മേലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് സെറ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. മേലെ നമ്മൾ പിസ്തായോ അല്ലെങ്കിൽ ബദാമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ ബദാം ഇങ്ങനെ പൊടിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ പരിപാടി. നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് കുനാഫ ദോ വെച്ചിട്ട് കഴിക്കണേക്കാളും ടേസ്റ്റ് തോന്നിയത് ഈ സേമിയ വെച്ചിട്ടാണ് കേട്ടോ. കാരണം ഇതൊരു ക്രിസ്പി ടേസ്റ്റ് ഉണ്ടായതുകൊണ്ട് അതും ആ ക്രീമും കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ, താങ്ക് യു.